തൃശൂർ നഗരം ജനസമുദ്രമാകുവാൻ ഇനി 6 ദിവസം മാത്രം. പൂരം ഗംഭീരമാക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ തകൃതിയായി നടക്കുകയാണ്. പൂരം ആസ്വദിക്കാൻ എത്തുന്നവരുടെ സുരക്ഷയിലും സൗകര്യത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും ദേവസ്വവും സർക്കാരും ഒരുക്കമല്ല. പൂരം കൊടിയേറ്റം ഇന്നലെ കഴിഞ്ഞതു മുതൽ തൃശ്ശൂരിന് അടിമുടി പൂരം വൈബാണ്. ചെല്ലുന്നിടത്തെല്ലാം പൂരവിശേഷം തന്നെ. കാഴ്ചക്കാരായി എത്തുന്നവർക്ക് പൂരം വിശേഷമായ ഒരു അനുഭൂതിയായി തീരാൻ എല്ലാ സൗകര്യങ്ങളും സുരക്ഷയും പരമപ്രധാനമാണ്. അതിൽ ഇക്കുറിയും കോംപ്രമൈസ് ഇല്ല. പൂരം കാണാൻ എത്തുന്നവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ പറഞ്ഞു. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചവരാണ്. നമ്മുടെ നേതൃത്വത്തിൽ ഇവിടെ ശ്രീമൂലസ്ഥാനത്തും അതുപോലെ വിവിധ കേന്ദ്രങ്ങളിലും കുടിവെള്ളം വിതരണം നടത്തുന്നതിന് വേണ്ടി, അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് നൽകുന്നതിന് വേണ്ടി ആശുപത്രിയുടെ ഡോക്ടർമാരും നഴ്സുമാരും അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കി കഴിഞ്ഞു. ഘടകപൂരങ്ങൾക്ക് ഇവിടെ നമ്മുടെ വടക്കുനാഥൻ ക്ഷേത്ര മൈതാനിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അവർക്ക് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ഒരുക്കി കഴിഞ്ഞു. ഘടകപൂരങ്ങൾക്ക് കൊടുക്കാറുള്ള ധനസഹായം പതിവിൽ വിട്ട് കൊടിയേറ്റത്തിന് മുൻപ് തന്നെ 2 ദിവസം മുൻപ് തന്നെ നമ്മളത് കൊടുത്ത് അവർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ദേവസ്വം മന്ത്രി 3-ാം തീയതി നേരിട്ടെത്തി പൂരം അവലോകന യോഗം നടത്തുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. അവസാനമായി ഒരുക്കങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി 3-ാം തീയതി നമ്മുടെ ദേവസ്വം മന്ത്രി ശ്രീ വാസവൻ്റെ സാന്നിധ്യത്തിലും അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ 2 മന്ത്രിമാർ ശ്രീ കെ രാജനും അതുപോലെ തന്നെ ഡോക്ടർ ആർ ബിന്ദുവിൻ്റെയും നേതൃത്വത്തിൽ രാമനിലയത്തിൽ വെച്ച് ഒരു അവലോകന യോഗം കൂടി വിളിച്ചു ചേർക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. സുരക്ഷയുടെ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയുമില്ല. കൊടിയേറ്റത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ടെത്തി പൂരം നടക്കുന്നിടങ്ങളും വെടിക്കെട്ട് പറമ്പും പരിശോധിച്ചിരുന്നു. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് പോലീസ് മേധാവി നേരിട്ടെത്തി പരിശോധിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. കൈരളി ന്യൂസ്, തൃശൂർ.